മതം മാറിയതുകൊണ്ടോ, പേര് മാറിയതുകൊണ്ടോ, നാട് മാറിയതുകൊണ്ടോ അല്ല. മനുഷ്യന് നല്ല സ്വഭാവത്തിൽ ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയാതെ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയാതെ, തമ്മിൽ സ്നേഹിക്കാൻ കഴിയാതെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അതേ മനുഷ്യനിൽ കോപവും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കുഴിമാടത്ത് ചെന്നിട്ട് കണ്ണുനീരൊഴുക്കിയത് കൊണ്ടോ, പൂവിട്ടത് കൊണ്ടോ, പൂജിച്ചത് കൊണ്ടോ, കർമ്മങ്ങൾ ചെയ്തത് കൊണ്ടോ ആ മനുഷ്യൻ സ്വർഗത്തിലെത്തുമോ? എത്തത്തില്ല. അപ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ സമാധാനമുള്ളവരായി, സ്നേഹമുള്ളവരായി, സഹജീവികളെ സ്നേഹിച്ച് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് നമ്മൾ ഈ ഭൂമിയിൽ ദൈവ സ്വഭാവത്തിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവം തന്റെ സദൃശത്തിലും സ്വരൂപത്തിലും മനുഷ്യരായ നമ്മെ സൃഷ്ടിച്ചു. അപ്പോൾ പലരുടെയും സ്വഭാവത്തെ ദൂഷ്യപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞതുപോലെ സമാധാനം നഷ്ടപ്പെട്ട് ലഹരികൾക്കും മദ്യത്തിനുമൊക്കെ അടിമപ്പെടുമ്പോഴാണ് ആ മനുഷ്യന് സ്വഭാവം നഷ്ടപ്പെടുന്നത്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ സ്വാർത്ഥതകൾ അതേ വളരുവാനിടയായി തീരുന്നു. ഭാര്യയും കുഞ്ഞുങ്ങളും അനുഭവിക്കേണ്ട പണം മദ്യശാലയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. അവസാനം ദാരിദ്ര്യം ഉണ്ടാകുന്നു, പീഡനങ്ങൾ ഉണ്ടാകുന്നു, തമ്മിൽ തല്ലുണ്ടാകുന്നു, ഡിവോഴ്സുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ഉണ്ടാകുന്നു. ആത്മഹത്യയിലൂടെ അവസാനിക്കുന്നു. എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഗ്രാമത്തിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. ഈ സമാധാനം ആർക്ക് തരാൻ കഴിയും? എവിടെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും? ലോകത്തിൽ ആർക്കും ഈ സമാധാനം തരാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, നിത്യതയോളം നിലനിൽക്കുന്ന സമാധാനമത്രേ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതുകൊണ്ട് എന്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. അതിനു മുമ്പേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. അത് ഈ ചെറ്റടം ഗ്രാമത്തിൽ എത്ര പേർക്ക് സമാധാനത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, സ്വസ്ഥതയോടെ ജീവിക്കണം, തമ്മിൽ സ്നേഹിച്ച് അതേ ദൈവ സദൃശത്തിലും ദൈവ സ്വരൂപത്തിലും ജീവിക്കുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അതേ നാം എല്ലാവരും ഈ ഭൂമിയിൽ നിന്നും മരണം വഴിയായി മാറ്റപ്പെട്ട് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു മുന്നറിയിപ്പ്. അതെങ്ങനെയാ ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കാൻ കഴിയും? അതാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്. ഈ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ, മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, പാപത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ആ പാപത്തിന് മോചനം നൽകി കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം തന്നു, സന്തോഷം തന്ന് യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ഒരു ദൈവവൈതലാക്കി നമ്മെ തീർത്ത് ആ മരണശേഷമുള്ള നിത്യമായ സമാധാനം, അനിത്യമായ സ്വർഗരാജ്യം ദൈവം നമുക്ക് നൽകും. വേദപുസ്തകം പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അതുകൊണ്ട് രണ്ടാമത്തെ മരണത്തിൽ മോചനം പ്രാപിക്കുവാൻ വേറെ ഒരു കുറുക്കു വഴിയും ഇല്ല. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ മാർഗം അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ മനുഷ്യ അവതാരവും 33 വയസ്സുവരെയുള്ള ജീവിതവും കാൽവരിയിലെ യാഗവും ഉയർത്തെഴുന്നേൽപ്പും. അതേ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് മാനവരാശിയായ നമ്മെ പാപത്തിൽ രക്ഷിച്ച് സമാധാനവും സന്തോഷവും നമുക്ക് നൽകി മരണശേഷമുള്ള ശിക്ഷാവിധിയിൽ നിന്നും നമുക്ക് വിമോചനം നൽകേണ്ടതിനു വേണ്ടി. അതുകൊണ്ട് പ്രിയരെ, ആ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരും. യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു, പോയതുപോലെ മടങ്ങി വരും. എന്തിനാ മടങ്ങി വരുന്നത്? വിശുദ്ധന്മാരായ ദൈവമക്കളെ ചേർത്തുവാൻ കർത്താവ് വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷിക്കുന്ന ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ശിക്ഷാവിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ നാളെ ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. നിങ്ങൾ വീടുകളിലാണോ, ജോലി സ്ഥലത്താണോ, വയലിലാണോ, അതേ ബസ് സ്റ്റോപ്പിലാണോ, അല്ലെ എവിടെയാണോ, അവിടെ നിന്നുകൊണ്ട് ഒരു വാക്കൊന്ന് ശോധന ചെയ്യാമോ? ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? എങ്ങനെ ആ പേര് ജീവന്റെ പുസ്തകത്തിൽ കൊണ്ടുവരാൻ കഴിയും? നമുക്ക് പണം കൊടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അതേ നമ്മൾ മറ്റ് യാതൊരു നമ്മുടെ സമ്പത്തുകൾ കൊണ്ടോ, പേര് കൊണ്ടോ, പ്രശസ്തികളുണ്ടോ ജീവന്റെ പുസ്തകത്തിൽ ആ പേര് കൊണ്ടുവരാൻ കഴിയുമോ? ഒരിക്കലും കൊണ്ടുവരാൻ കഴിയത്തില്ല. ആ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതുന്നത് ദൈവമാണ്. ആരുടെ പേരാ എഴുതുന്നത്? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയുടെ പേരാണ് ആ ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. അതുകൊണ്ട് ചെറ്റടം ഗ്രാമത്തിൽ ഇന്ന് സന്ധ്യാസമയത്ത് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? ആ സ്വർഗരാജ്യത്തിൽ എത്തുവാൻ ആ ജീവന്റെ പുസ്തകം നമ്മുടെ പേരുണ്ടോ?
ഒന്ന് ശോധന ചെയ്യാമോ? ഇല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നാളത്തേക്ക് മാറ്റി വെക്കേണ്ട. നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ ഒരു വാക്ക് കണ്ണടച്ച് ദൈവത്തോട് പറയാമോ? ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്റെ പാപമാണ് എന്റെ പ്രശ്നത്തിന് കാരണമെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത യേശു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. എന്റെ പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ യാഗമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ആ രക്തത്താലെ ഒന്ന് കഴുകി എന്റെ പാപത്തെ ശുദ്ധീകരിക്കണമേ. എന്റെ ഹൃദയത്തിൽ അങ്ങ് രക്ഷിതാവും കർത്താവും ദൈവവുമായിട്ട് കടന്നു വരണമേ. മരണശേഷമുള്ള അനിത്യമായ സ്വർഗത്തിൽ എനിക്കും എത്തുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് എന്റെ ജീവിതത്തിൽ സമാധാനം നൽകണമേ. എന്റെ രോഗങ്ങളെ എന്നെ സൗഖ്യമാക്കണമേ. എന്റെ ജീവിതത്തിലെ അസമാധാനത്തിൽ നിന്നും ഒരു വിടുതൽ നൽകണമേ. ഈ സന്ധ്യാസമയം അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ആ കർത്താവ് നിങ്ങളെ സമാധാനം നൽകും, സൗഖ്യങ്ങളെ നൽകും, വിടുതലുകളെ നൽകും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനിടയായി തീരും. അങ്ങനെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാമോ? മതം മാറിയതുകൊണ്ടോ, ജാതി മാറിയതുകൊണ്ടോ, നാട് മാറിയതുകൊണ്ടോ അല്ല, മനുഷ്യന്റെ സ്വഭാവത്തിനാണ് മാറ്റം വരേണ്ടത്. നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാമോ? കർത്താവേ, എന്റെ പാപ സ്വഭാവം ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ പാപ സ്വഭാവം ഞാൻ ഉപേക്ഷിക്കുന്നു. എന്റെ പാപമെല്ലാം എന്നോട് ക്ഷമിക്കണമേ. അങ്ങനെ ഹൃദയത്തിൽ രക്ഷിതാവായി വരണം. എന്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. ഒന്ന് കണ്ണുനീരോടൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിനെ വിളിച്ചേ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും പ്രാർത്ഥന വേണമെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് കടന്നു വരൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു സമാധാനം നിങ്ങൾക്ക് വേണമോ? രോഗസൗഖ്യം നിങ്ങൾക്ക് വേണമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ വിടിവിക്കും. പരിശുദ്ധ പിതാവേ, ഈ സന്ധ്യാസമയത്ത് ഈ ഗ്രാമത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ സന്ദേശം ശ്രദ്ധിച്ച് അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ജനത്തിൽ സമാധാനം ഉണ്ടാകട്ടെ, രോഗശാന്തി ഉണ്ടാകട്ടെ. ദൈവം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ജനത്തിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയാകണം. ഈ സന്ദേശം ശ്രദ്ധിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രാമത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ദൈവിക സമാധാനം ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. മരണശേഷമുള്ള നിത്യതയിൽ ഈ ഗ്രാമനിവാസികൾ എത്തിച്ചേരുവാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഈ ജനം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ ഭാരപ്പെടുന്ന കടഭാരങ്ങൾ മാറട്ടെ. ശാരീരിക രോഗത്താൽ ഭാരപ്പെടുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യൗവനക്കാരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികൾക്ക് മുഖം അടിമപ്പെട്ടിരിക്കുന്നവർ അതിൽ നിന്നും വിമോചനം പ്രാപിക്കട്ടെ. ദൈവം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ. സ്വർഗം അങ്ങനെ ചെയ്തതിന് നന്ദി. ഈ ദേശത്തും ശാപങ്ങൾ മാറിപ്പോകട്ടെ. ഈ ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനകളെല്ലാം കേട്ട് മറുപടി നൽകിയ ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ശരിയില്ല.